സിനിമാ കാര്യങ്ങൾ ഇന്ന് സഞ്ചരിക്കുന്നത് വെളിച്ചങ്ങളുടെ ലോകത്തേക്കാണ്. വ്യക്തമാക്കാം, സിനിമയിൽ പ്രകാശവിന്യാസത്തിന് ഉപയോഗിക്കുന്ന ലൈറ്റ്സിൻ്റെ വിശാലമായ ലോകത്തേക്ക്. ചെന്നൈയിലെ ആനന്ദ് സിനി സർവീസിൻ്റെ ലൈറ്റ്സ് ഗോഡൗണാണ്. ഒരു ചെറിയ ഗോഡൗണാണിത്. ഇതിൽ ഉള്ള ഈ ലൈറ്റുകൾ, പാർ ലൈറ്റുകൾ, HMI ലൈറ്റുകൾ. ഇവിടെ ഒരു ക്യാമറാമാൻ വന്നു കഴിഞ്ഞാൽ മറ്റേ നമ്മളൊരു ബേക്കറിയിൽ പോകുമ്പോൾ വായിൽ വെള്ളം വരുന്നത് പോലെ ഒരു ക്യാമറാമാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ വായിൽ വെള്ളം വരും. കാരണം അത്രയും ലേറ്റസ്റ്റ് ലൈറ്റുകളാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ നമ്മൾ പല ലൈറ്റുകളും നമ്മൾ മലയാള സിനിമയിൽ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടാറേ ഇല്ല. കാരണം അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ലൈറ്റ്സ് ഉണ്ട് ഇവിടെ. ഈ ആനന്ദ് സിനി സർവീസിൻ്റെ മാനേജർ ഒരു മലയാളിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് മനോജ് എന്നാണ്. അദ്ദേഹവുമായിട്ട് ഈ ഹ്യൂജ് ആയിട്ടുള്ളൊരു പ്രസ്ഥാനത്തെക്കുറിച്ച്, ഇത്രയും ഒരുപാട് ക്യാമറകൾ, ഒരുപാട് ലൈറ്റുകൾ, ഒരുപാട് സ്റ്റാഫുകൾ, ഒരുപാട് യൂണിറ്റ് ബസ്സുകൾ, അതിൻ്റെയൊക്കെ നടത്തിപ്പിനെ കുറിച്ചും അതിൻ്റെ ഒരു എണ്ണത്തിൻ്റെ ഒരു വാസ്റ്റ്നെസ്സിനെ കുറിച്ചൊക്കെ അദ്ദേഹത്തെ സംസാരിക്കും. ഇദ്ദേഹം മനോജ്, ഇത് ഇവിടുത്തെ ആനന്ദ് സിനി സർവീസിൻ്റെ മാനേജറാണ്. അദ്ദേഹം സീനിയർ മാനേജറാണ്. പേരെന്നാ സാർ? മൂർത്തി സാർ. എത്ര യൂണിറ്റ് ബസ്സുകൾ ഉണ്ടാവും മനസ്സിലാക്കി? നമുക്കൊരു കിട്ടത്തട്ട ഒരു 35-50 ബസ്സിന് മേലെ ഉണ്ടാവും. 50 യൂണിറ്റ് ബസ്സുകളുണ്ട്, 50 യൂണിറ്റുകളുണ്ട്. എത്ര ക്യാമറ ഉണ്ടാവും? ക്യാമറ 50 മേലെ ക്യാമറയും. ടോട്ടൽ ഒരു 75 ക്യാമറാസിന് മേലെ ഉണ്ടാവും. இப்போ புதுசாக D21 கேமரா, டிஜிட்டல் கேமரா கூட இருக்குது. இப்போ தமிழில் கூட 2 படம் எடுத்திருக்காங்க டிஜிட்டல். ഇപ്പോൾ 100-ലധികം ക്യാമറകൾ, 50-ലധികം യൂണിറ്റ് ബസ്സുകൾ, 1000-ലോ 2000-ലോ 3000-ലോ അധികം ലൈറ്റ്സ്. ഒരു ഹ്യൂജ് സ്ഥാപനമാണ്. എത്ര തൊഴിലാളികളുണ്ടാവും ഇതിൽ? എത്ര 3,500 വർക്കേഴ്സ്. ഒരു വലിയ പ്രസ്ഥാനമാണ്. അതിൻ്റെ അമരത്തുള്ള 2 ആളുകളാണ്. എന്തൊക്കെയാണ് നമ്മൾ ഇപ്പോൾ? ക്യാമറ ഉണ്ട്, നമുക്ക് ലൈറ്റ്സ് ഉണ്ട്, യൂണിറ്റ്, അതിനകത്ത് ലേറ്റസ്റ്റ് ക്രെയിനാണ്. അഖില ക്രെയിൻ ധാരാളം മലയാള പടങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. സ്കോർപിയോ ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് ക്രെയിനാണ് തോന്നുന്നത്. അതെന്താ എൻ്റെ പ്രത്യേകത? സ്കോർപിയോ ക്രെയിൻ നമ്മൾ സാധാരണ ജിമ്മി നമ്മൾ ഇങ്ങനെയുള്ള ഉണ്ടാവും. ഇതുപോലെ ഓപ്പറേഷൻ ഇങ്ങനെ പോകും. മറ്റേത് ജിമ്മി ഓൾറെഡി ഇത് ഇങ്ങനെ വരും. അതെ അതെ, ലേറ്റസ്റ്റ് ക്രെയിൻ. டோட்டலாகவே உள்ளே வந்துடும். ലേറ്റസ്റ്റ് ക്രെയിൻ அப்படியே வெளியில் வந்துடும். വെളിയിൽ സൂം പോലെ, ലേറ്റസ്റ്റ് ക്യാമറ, ലേറ്റസ്റ്റ് ക്രെയിൻ. വോയിസ് ക്യാമറ. അതെന്താ എൻ്റെ പ്രത്യേകത? എന്താ? വോയിസ് ക്യാമറ 1000 ഫ്രെയിംസ് പോകും. 1000 ഫ്രെയിംസ്. അപ്പം 1000 ഫ്രെയിംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഈ സ്ലോ മോഷൻ അല്ലെങ്കിൽ ഹൈ സ്പീഡ് എന്ന് പറയുന്നത് 48 ഫ്രെയിംസാണ്. അത് നമ്മൾ നേരത്തെ കണ്ട ക്യാമറകളിൽ 150 ഫ്രെയിംസ് വരെ പോകുന്ന ക്യാമറകൾ നമ്മൾ കണ്ടു. ഇത് ഒരു സെക്കൻഡിൽ 1000 ഫ്രെയിംസ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഇവിടുന്ന് കൈയെടുത്തിട്ട് ഇത്രയും വരാൻ 1 മിനിറ്റ് എടുക്കും. 1000 ഫ്രെയിം അത്രയും പതുക്കെ ആക്കാൻ. അത് ഒരു വളരെ സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും, ഇപ്പോൾ ഒരു ബുള്ളറ്റ് പാസ് ചെയ്യുന്നതൊക്കെ അത്രയും സ്പീഡുള്ള സാധനങ്ങൾ നോർമലാക്കാനാണ് അത്രയും വലിയ ഫ്രെയിംസ്, അത്രയും കൂടുതൽ ഫ്രെയിംസ് സാധാരണ യൂസ് ചെയ്യുക. അപ്പോൾ ഒരാളെ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ തോക്കിനുള്ളിൽ നിന്ന് ബുള്ളറ്റ് പുറത്ത് വരുന്നതൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതിനാണത് ഉപയോഗിക്കുന്നത്. ആനന്ദ് സിനി സർവീസ് പോലെയുള്ളൊരു സ്ഥാപനത്തിന് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും പുതിയ എക്യുപ്മെൻസിനെ കുറിച്ച് പഠിക്കുകയും എന്തൊക്കെ മാർക്കറ്റിൽ പുതുതായിട്ട് അവൈലബിൾ ആയിട്ടുണ്ടെന്ന് അറിയുകയും അത് സ്വീകരിക്കുകയും അതിന് ഇവർ ഓരോരുത്തരും ഓരോ ടെക്നീഷ്യൻസിനും ട്രെയിനിങ് കൊടുക്കുകയും അങ്ങനെ ഇന്ത്യൻ സിനിമ, ഹോളിവുഡ് സിനിമയൊക്കെ പോലെ അപ്ഡേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന വലിയ ഒരു സ്ഥാപനമാണ് ആനന്ദ് സിനി സർവീസ്. നമ്മളുടെ സിനിമയെ മുന്നോട്ട് നയിക്കുന്നതിൽ അവർ വഹിക്കുന്ന പങ്കിന് നമുക്ക് നന്ദി പറയാം. മിനി ബ്രൂട്ടിൻ്റെയും ജൂനിയറിൻ്റെയും തീക്ഷ്ണ വെളിച്ചങ്ങൾ HMIക്ക് വഴിമാറി. കഴിഞ്ഞ 15 വർഷങ്ങൾക്കിടയിൽ ലൈറ്റുകളുടെ എണ്ണത്തിലും വൈവിധ്യത്തിലും മികവിലും വന്നിട്ടുള്ള മാറ്റങ്ങൾ വലുതാണ്.
പണ്ട് ആർക്ക് ബ്രൂട്ടുകൾ അടുത്ത് ചേർന്നിട്ട് DC കറണ്ട് പാസ് ചെയ്ത് പ്രൊജക്ടറിൻ്റെ ഉള്ളിൽ വരുന്ന ലൈറ്റ് മാതിരി ഇരിക്കുന്ന സാധനം വെച്ച് ആർക്ക് ബ്രൂട്ടുകൾ ഉണ്ടായിരുന്നു. ആർക്ക് ബ്രൂട്ടിൽ നിന്ന് മിനി ബ്രൂട്ട് എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവരുന്നത് ഒരു ചെറിയ ലാംപ്സ്, ഹൈ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന ലാംപ്സ്, വിച്ച് ഇസ് ഓൾമോസ്റ്റ് ലൈക്ക് നമ്മളുടെ ഒരു എന്താ പറയുക ഒരു ടങ്സ്റ്റൻ ലാംപ്സ്, സൺ ഗൺസ് അതൊക്കെ വരാൻ തുടങ്ങി. അതൊക്കെ വളരെയധികം ഹീറ്റ് ജനറേറ്റ് ചെയ്യാനായിരുന്നു. ഹീറ്റ് ഇല്ലാണ്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ടാണ് HMI വന്നത്. അപ്പോൾ HMI ഈസ് ലൈക്ക് ഒരു എന്താ പറയുക ഒരു ആർക്ക് സിസ്റ്റം വേറെ ഒരു റെക്ടിഫയർ ആവശ്യമുണ്ട്. അതിനെ മുഴുവൻ പൾസിനെയൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി ക്രിയേറ്റ് ചെയ്യണത്. അതിലൊരു ഇനർട്ട് ഗ്യാസ് വെച്ചിട്ട് അതിലൊരു ഗ്യാസിനെ എക്സൈറ്റ് ചെയ്തൊരു പ്ലാസ്മ മാതിരി ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ലൈറ്റ് ആയിരിക്കുന്നത് HMI. അതിലും ഇൻകൺവീനിയൻസസ് ഉണ്ട്. ബിക്കോസ് ഒരു വളരെ ഹൈ വോൾട്ടേജ് ആണ് സ്റ്റാർട്ടിങ് വോൾട്ടേജ് വരുന്നത്. സോ അതിൽ യു ക്യാൻ ഹാവ് എൻ ആക്സിഡൻറ്റ് ഇഫ് യു ഡോണ്ട് ഹാവ്, ആൻഡ് ഇറ്റ്സ് ക്വൈറ്റ് ബൾക്കി, ബട്ട് ഇറ്റ് ക്രിയേറ്റ്സ് ഡേ ലൈറ്റ്.